ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 46-ാമത്തെ ശ്ലോകം. യാവാനാർത്ഥ ഉദപാനെ സർവതസംപ്ലുതോത്തകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. അതായത് സർവത്ര ജലം നിറഞ്ഞിരിക്കുമ്പോൾ കുളം, കിണർ എന്നിവ കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രം പ്രയോജനമേ ഒരു ബ്രഹ്മജ്ഞാനിക്ക് വേദഗ്രന്ഥങ്ങൾ കൊണ്ട് ഉള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് പരമമായ ജ്ഞാനത്തെ, പരമമായ സത്യത്തെ അറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പിന്നെ വേദഗ്രന്ഥങ്ങളുടെ ആവശ്യം എന്താണ്? പരമസത്യത്തെ മുഖത്തോട് മുഖം ദർശിച്ച ഒരാൾക്ക് പിന്നെ വേദഗ്രന്ഥങ്ങൾ വായിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പരമമായ സത്യത്തെ ദർശിച്ചിട്ടുള്ളവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങളുടെ വഴിയെ സഞ്ചരിച്ചാൽ നമുക്കും ലക്ഷ്യത്തിലെത്തിച്ചേരാം. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. മറ്റൊരാളുടെ അറിവ് ഒരിക്കലും തൻ്റെ അറിവാവുകയില്ല. തനിക്ക് അറിവുണ്ടാകണമെങ്കിൽ താൻ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മൾ വീട്ടിന് പ്ലാൻ വരയ്ക്കുന്നത് വീട് കെട്ടാൻ വേണ്ടിയാണ്. വീട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാനിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെയാണ് ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. മറ്റൊരാളുടെ അനുഭവം ഒരിക്കലും തൻ്റെ അനുഭവമാവുകയില്ല. തനിക്ക് വിശപ്പ് മാറണമെങ്കിൽ താൻ തന്നെ ഭക്ഷണം കഴിക്കണം. അതുപോലെ തനിക്ക് ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാകണമെങ്കിൽ പരമമായ സത്യത്തെ മുഖത്തോട് മുഖം ദർശിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ അറിവ് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. നമുക്ക് അനുഭവം ഉണ്ടാവണം, എങ്കിലേ നമ്മുടെ ദുഃഖനിവൃത്തി ഉണ്ടാവുകയുള്ളൂ. മറ്റൊരാളുടെ അറിവ് നമുക്ക് വഴികാട്ടിയായി തീർന്നേക്കാം, പക്ഷേ നാം അവിടെ എത്തിച്ചേരാതെ ഒരിക്കലും നമുക്ക് ദുഃഖനിവൃത്തി ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ശാസ്ത്രങ്ങളും ആത്യന്തിക സത്യത്തിലേക്കുള്ള വഴികാട്ടിയാണ്. എല്ലാ ശാസ്ത്രങ്ങളും മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നേതി ഇതല്ല എന്ന് പറഞ്ഞ് സത്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഉപനിഷത്തിൻ്റെത്. നീ നിന്നെ അറിയൂ, അപ്പോൾ നിനക്ക് നിന്നെയും അറിയാം, മറ്റുള്ളവരെയും അറിയാം എന്നതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം. ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും സ്വയം അറിയുക എന്നതാണ്. ഉപനിഷത്തിൽ എവിടെയും നമുക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാണാൻ കഴിയുകയില്ല. ഉപനിഷത്ത് ഭൗതിക ശാസ്ത്രം പോലെ തന്നെ ഒരു മഹത്തായ ശാസ്ത്രമാണ്. അതിൻ്റെ രീതി കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയും. ഒരു സാധകനെ സംബന്ധിച്ച് സ്വന്തം മനസ്സ് തന്നെയാണ് പരീക്ഷണശാല. സ്വയം പരിവർത്തനപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ അറിവുമുണ്ട്, പക്ഷേ അതിനെ വ്യക്തമായി ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്വയം പരിവർത്തനപ്പെടേണ്ടതുണ്ട്. ആന്തരികമായ പരിവർത്തനം വരാതെ ഒരിക്കലും മനസ്സടങ്ങുകയില്ല. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സങ്കല്പ വികല്പങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മവിചാരത്തിൽ മുഴുകാൻ കഴിയണം. അല്ലാതെ ഏതോ കുറച്ച് ഗ്രന്ഥങ്ങൾ വായിച്ച് അത് പഠിപ്പിക്കാൻ പോയാൽ, ആളുടെ കയ്യടി വാങ്ങാൻ പോയാലൊന്നും സത്യത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. സ്വാമി വിവേകാനന്ദൻ, അതുപോലെ രമണ മഹർഷി, ശ്രീരാമകൃഷ്ണദേവൻ ഇവരെല്ലാം കഠിന തപസ് ചെയ്തവരാണ്. ബുദ്ധൻ ഇവരൊക്കെ കഠിന തപസ് ചെയ്തവരാണ്. നിരന്തരമായ വിട്ടുവീഴ്ചയില്ലാതെ സാധന ചെയ്യാതെ ഒരാൾക്കും ഈ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. ഉപനിഷത്ത് തന്നെ പറയുന്നു, എത്ര വേദഗ്രന്ഥങ്ങൾ പഠിച്ചാലും ഈ ആത്മാവിനെ അറിയാൻ കഴിയുകയില്ല. ആരാണോ ഈ ആത്മാവിന് വേണ്ടി തേങ്ങുന്നത്, ആരാണോ ഈ ആത്മാവിന് വേണ്ടി പിടയുന്നത്, കരക്കിട്ട മീൻ വെള്ളത്തിന് വേണ്ടി പിടയുന്നത് പോലെ ഈ ആത്മാവിന് വേണ്ടി ആര് പിടയുന്നുവോ അവൻ ഈ ആത്മാവ് സ്വയം വെളിപ്പെടുന്നു എന്നാണ് ഉപനിഷത്തും പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രയാസമാണ് ഈ ആത്മജ്ഞാനം ഉണ്ടാവുക എന്നത്. എന്നാൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് തന്നെ വലിയൊരു നേട്ടമാണ് ജീവിതത്തിൽ. കാരണം ബാഹ്യമായ നമ്മൾ എന്തൊക്കെ നേടിയാലും അതെല്ലാം ഈ ശരീരനാശത്തോടുകൂടി ഇവിടെ ഉപേക്ഷിക്കണം. ആരും ഒന്നും നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും വന്നിട്ടില്ല, മരിക്കുമ്പോഴും ആരും വരില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി താൻ ആരാണ്, താൻ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് തൻ്റെ ജീവിത ലക്ഷ്യം, ഈ ഒരു അന്വേഷണം നടത്തി വേണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ. ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരോ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാമൂഹികമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം, ഒരു സാധനാശീലം ഉണ്ടാക്കിയെടുക്കണം.
ഇതെല്ലാം നശ്വരമാണെന്ന ബോധം എപ്പോഴും ഉള്ളിൽ ഉണ്ടാകണം. ആ ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാകും. അല്ലാതെ ഈ കാണുന്ന ഭാഗ്യവസ്തുക്കളിൽ തന്നെ ആസക്തി വെച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. ആസക്തി തന്നെയാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖത്തിനും കാരണം. ആസക്തി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കുറച്ച് ജ്ഞാനം നേടി ഈ ലോകത്തിൻ്റെ നശ്വരത ബോധ്യപ്പെട്ട് നിത്യാനിത്യ വിവേകത്തോടുകൂടി ജീവിക്കണം. ആ ഒരു ജീവിതമാണ് സമ്പന്നമായ ജീവിതം. അതിന് സന്യാസി ആകണമെന്നോ ആശ്രമങ്ങളിൽ പോകണമെന്നോ വനാന്തരങ്ങളിൽ പോകണമെന്നോ ഇല്ല. അവനവനിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. അത് കണ്ടെത്തേണ്ടത് അവനവനിൽ തന്നെയാണ്. ഈ ഒരു ബോധത്തോടുകൂടി ഓരോരുത്തരും ജീവിച്ചാൽ മതി. അവിടെ തന്നെ അറിവ് സ്വയം പ്രകാശിക്കും. അതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. അല്ലാതെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പോയി നമ്മുടെ ബുദ്ധിയെ ആർക്കും പണയം വെക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ആത്മാവാണ്, ഓരോരുത്തരും ഈശ്വരനാണ്, തത്വമസി നീ അതാകുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഉപനിഷത്താണ് ആത്യന്തികമായ ഗ്രന്ഥം. അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.